പിന്നെ എപ്സ്റ്റീൻ ഫയൽസ് വന്നു. എപ്സ്റ്റീൻ ഫയൽസ് റിയാലിറ്റിയാണ്, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിൽ പോലും ആരും വിശ്വസിക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ അടിച്ചു കയറ്റി എപ്സ്റ്റീൻ നിന്ന് ജീവിച്ചിരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കോൺസ്പിറസി തിയറീസാണ്. സോഷ്യൽ മീഡിയ നമ്മളുടെ പൊളിറ്റിക്കൽ ഒപ്പീനിയൻസ്, ഫാക്ട്സ്, നോളജ്, റിയാലിറ്റി ഇതിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ഓൾസോ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് അവർ നോളജ്, ഫാക്ട്സ്, റിയാലിറ്റി ആൻഡ് പൊളിറ്റിക്കൽ നോളജ്. ഇതിൽ ഒന്നാമത്തെയും ഇമ്പോർട്ടൻ്റുമായിട്ടുള്ളൊരു കാര്യമാണ് ഈസി ആയിട്ടുള്ള ആക്സസ്. അതായത് സോഷ്യൽ മീഡിയ നമുക്കിന്ന് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു മൊബൈലോ ഒരു ലാപ്ടോപ്പോ ഒരു സ്മാർട്ട് ടി വി ഉണ്ടെങ്കിൽ ഒരാൾക്ക് പോപ്പുലർ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആക്സസ് ചെയ്ത് അതിലൂടെ ന്യൂസ്, ഫാക്ട്സ്, നോളജ്, എൻ്റർടൈൻമെൻറ്റ് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഈസി ആക്സസ് ഉള്ളപ്പോൾ നമ്മുടെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളിലും ഇത് ചെയ്യുന്ന ഇൻഫ്ലുവൻസ് വളരെ അധികമായിരിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ജനത കൺസംഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിയിൽ ഫോക്കസ് കുറവും കൺസ്യൂം ചെയ്യുന്നതിൽ കൂടുതൽ ഫോക്കസ്ഡുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കൺസ്യൂം ചെയ്യുമ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ, നോളജ് നമ്മൾ ആക്സസ് ചെയ്യുകയും അതിലെ റിയാലിറ്റി എന്താണ്, അതിലെ ഫേക്ക് എന്താണ്, റിയൽ എന്താണെന്ന് അറിയാതെ നമ്മൾ അതെല്ലാം കൺസ്യൂം ചെയ്യുകയും ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള നോളജിൻ്റെ അടിമകളായി നമ്മൾ മാറുകയും ചെയ്യും. ഇതിലെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് കൺസംഷൻ വിത്തൗട്ട് ഡിബേറ്റ്സ്, കോൺവെർസേഷൻസ് എക്സെട്ര. അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് കൺസംഷൻ മാത്രമാണെങ്കിൽ നമ്മളൊരു കാര്യം കാണുന്നു, അത് റിസീവ് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, നമ്മളത് മനസ്സിൽ കീപ്പ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഡിബേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, സംഭാഷണങ്ങൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കതിലെ തെറ്റെന്താണ്, ശരി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് റിസർച്ച് ചെയ്താലും മതി. പക്ഷേ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് ആളുകൾ കൺസംഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് തന്നെ കൺസംഷൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മളത് ചർച്ച ചെയ്യുകയോ നമ്മളത് റിസർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിലെ സത്യം എന്താണ്, കളം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ രണ്ട് പോയിന്റും കൊണ്ട് എത്തിക്കുന്നത് മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റിലേക്കാണ്. അതായത് കൺസംഷൻ നമുക്ക് തടയാൻ പറ്റാത്തത്രയും വലുതായിട്ട് വളർന്നു കഴിഞ്ഞു. എല്ലാവരും കൺസ്യൂം ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻസ് ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പൊളിറ്റിക്കൽ ഇൻഫർമേഷൻസ്, ഒപ്പീനിയൻസ് അല്ലെങ്കിൽ ഫാക്ട്സ്, നോളജൊക്കെ നമ്മൾ ആക്സസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലേക്ക് ഇത് യൂസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ ദ സിസ്റ്റം, ദ മേട്രിക്സ്, ഓർ ദ പീപ്പിൾ ഹൂ കൺട്രോൾ യു, ഓർ ദ ഇലുമിനാറ്റി. അതായത് നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയും കാണുന്നതൊക്കെ വിശ്വസിക്കുകയും അതെല്ലാം വിഴുങ്ങുകയും ചെയ്യുമ്പോഴത്തേക്കും ഇതൊരു വെപ്പണാണ്. ഇത് യൂസ് ചെയ്യാൻ അറിയാവുന്ന ഒരു ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും സാധാരണ ജനങ്ങൾ എന്ത് കൊടുത്താലും വിഴുങ്ങുമെന്നും. അവർ റിസർച്ച് ചെയ്യത്തില്ല, ഡിബേറ്റ് ചെയ്യത്തില്ല, ജസ്റ്റ് കൺസ്യൂം മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു നോളജ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ ലോകത്തുള്ള സകല ആളുകളെയും കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. കാരണം പിന്നെ അവർ ഇറക്കി വിടുന്ന ന്യൂസ് പ്രോപ്പഗാൻഡയാണ് സത്യം. നമ്മൾ ഇന്ന് ഒരു ലക്കുമില്ലാതെ കൺസ്യൂം ചെയ്യുന്ന ഈ ഒരു റിയാലിറ്റിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ആപത്താണ് ദേ വിൽ ഗെറ്റ് കൺട്രോൾ ഓഫ് us, അല്ലെങ്കിൽ ദേ വിൽ ടേക്ക് കൺട്രോൾ ഓഫ് us ഇൻ ദ ഫ്യൂച്ചർ. നമ്മൾ ഓരോരുത്തരെയും കൺട്രോൾ ചെയ്യാനുള്ളൊരു വെപ്പണാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അത് മാന്യമായിട്ട് അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിവ് കിട്ടുകയും നമ്മൾ ലോകത്തിലെ ബെറ്റർ ആയിട്ടുള്ള ഹ്യൂമൻസായി മാറുകയും ചെയ്യും. അത് നമ്മൾ അതിന് വിട്ട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അതിൽ ഒരു ലിമിറ്റില്ലാതെ എന്തും കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റത്തിൻ്റെ പാവകളായി മാറുകയും ചെയ്യും. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പറയാം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് കൺസ്പിറസി തിയറീസ്. ശരിയാണ്, പണ്ട് ഒരു മിസ്റ്ററി, ഫാക്ട്സ് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഒക്കെ ആയിട്ട് നമ്മൾ കാണുന്ന കാര്യമായിരുന്നു ഈ കൺസ്പിറസി തിയറിയൊക്കെ. പക്ഷേ ഇന്ന് വന്ന് ഞാൻ ആദ്യം പറഞ്ഞ 3 പോയിന്റുകളെ പോലെ തന്നെ കൺസ്പിറസി തിയറീസും മിത്തുകളൊക്കെ ഇന്ന് എല്ലാവരും വിശ്വസിക്കാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ, നീൽ ആംസ്ട്രോങ് ആണ് ചന്ദ്രനിൽ ആദ്യമായിട്ട് കാലുകുത്തിയ മനുഷ്യൻ. പക്ഷേ ഇന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നു അത് ഫേക്കാണ്. USSRന്റെ ഒരു കോൾഡ് വാറിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക ജയിക്കാൻ വേണ്ടി സ്റ്റുഡിയോയിൽ വാർത്തെടുത്തിട്ടുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള കുറച്ച് ഫുട്ടേജ് ആണെന്നൊക്കെയാണ്. പക്ഷേ റിയാലിറ്റിയിൽ സ്പേസിലൊക്കെ മനുഷ്യൻ പോയിട്ടുണ്ട്, അതാണ് റിയാലിറ്റി. പിന്നെ പറയുന്നത് എർത്ത് ഫ്ലാറ്റ് ആണ്, നമ്മൾ ഇന്ന് കാണുന്ന ഗ്ലോബ് അല്ല ഭൂമിയുടെ യഥാർത്ഥ ഗ്ലോബ്, അതിനപ്പുറത്ത് വേറൊരു ലോകമുണ്ട്, ഐസ് വാൾ കൊണ്ട് നമ്മൾ ചുറ്റപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ. പിന്നെ എപ്സ്റ്റീൻ ഫയൽസ് വന്നു. എപ്സ്റ്റീൻ ഫയൽസ് റിയാലിറ്റിയാണ്, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിൽ പോലും ആരും വിശ്വസിക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ അടിച്ചു കയറ്റി എപ്സ്റ്റീൻ നിന്ന് ജീവിച്ചിരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കോൺസ്പിറസി തിയറീസാണ്. അതിലൊക്കെ സത്യമുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഫ്ലാറ്റ് എർത്ത്, നീൽ ആംസ്ട്രോങ്ങിൻ്റെ സ്റ്റോറി, പിന്നെ ഔട്ട്സൈഡ് അല്ലെങ്കിൽ നമ്മുടെ ഗ്ലോബിൻ്റെ പുറത്തുള്ള വേറൊരു ലോകം, അഗാർത്ത, അതൊക്കെ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. ഞാനീ പറഞ്ഞ 3 പോയിന്റും ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിയാലിറ്റിയാണ് ഈ കൺസ്പിറസി തിയറി വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ. ദാറ്റ്സ് ഗുഡ് ഫോർ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ, ബട്ട് അതർ ദാൻ ദാറ്റ് അതിൽ റിയാലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് പ്രൂവൺ അല്ല, ഇറ്റ്സ് ജസ്റ്റ് കോൺസ്പിറസി തിയറീസ് ആൻഡ് മിത്സ്, ഓക്കെ. പക്ഷെ അത് വിശ്വസിക്കുന്ന റിയാലിറ്റി നമുക്കിന്നുണ്ട്. സോ ഞാനീ പറഞ്ഞ 3 പോയിന്റും നമ്മൾ സമൂഹത്തിൽ കാണുന്നതാണ്. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ പോയിട്ടില്ല, ഭൂമിയുടെ ഗ്ലോബ് ഫേക്കാണ്, ഭൂമി ഫ്ലാറ്റാണ്, അങ്ങനെ പിന്നെ ലെവിയാത്തൻ, അഗാർത്ത, അനവധി ഫേക്ക് സ്റ്റോറീസ് വിശ്വസിക്കുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പിന്നെ സമൂഹത്തിൽ പലരും പറയുന്ന പോലെ
ഒരാൾ അനുഭവിച്ച കാര്യം അയാൾക്ക് മാത്രമേ സത്യമായിരിക്കുള്ളൂ, ബാക്കിയുള്ളവർക്കെന്നും കള്ളങ്ങൾ മാത്രമായിരിക്കും. ഒരുപക്ഷെ ഈ സത്യമാണോ കള്ളമാണോ നമുക്കറിയത്തില്ല. ബട്ട് വാട്ട് ഐ ടോൾഡ് യു ഗൈസ്, ദാറ്റ് 3 points, please keep it in your mind, okay? Don't let them take control of you.